IPL താരലേലം അവസാനിച്ചു. ലക്നോ സൂപ്പർ ജയൻസ് ഋഷഭ് പന്തിനെ 27 കോടിക്ക് ടീം എത്തിച്ചു. അതുപോലെ കിങ്സ് ഇലവൻ പഞ്ചാബ് ശ്രേയസ് അയ്യറെ 26 പോയിന്റ് സംതിങ്ങിന് ടീം എത്തിച്ചു. അതുപോലെ വെങ്കടേഷ് അയ്യറിനെ 23 പോയിന്റ് സംതിങ് കോടിക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ടീം എത്തിച്ചു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ താരമായിട്ടുള്ള യുസ്വേന്ദ്ര ചഹലിനെ 18 കോടിക്കാണ് പഞ്ചാബ് ടീം എത്തിച്ചത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ രാജസ്ഥാൻ IPL താരലേലം അവസാനിച്ചപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ കോച്ചിനെതിരെയും അതുപോലെ ടീം മാനേജ്മെന്റിനെതിരെയും ഒരുപാട് വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഉന്നയിക്കുന്നത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ജോസ് ബട്ട്ലറെ റിലീസ് ചെയ്ത ശേഷം ധ്രുവ് ജൂരലിനെയും മിക്മേറെയൊക്കെ ടീം റീറ്റേൺ ചെയ്തപ്പോൾ വളരെ വിമർശനങ്ങൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ബട്ട്ലർ ടീമിൽ നിന്ന് പോയി ബട്ട്ലറെ GT സ്വന്തമാക്കിയപ്പോൾ ബട്ട്ലർ പോയ ഒരു സ്ഥാനത്തേക്ക് ഒരു വിദേശ ബാറ്ററെ രാജസ്ഥാൻ റോയൽസ് എടുത്തില്ല എന്നുള്ളത് എടുത്തു വളരെ മോശമായി പോയി. അതുപോലെ ഹിറ്റ്മേർക്ക് ഒരു ബാക്കപ്പ് ഇല്ല, അതുപോലെ ഒരു വിദേശ ഓൾറൗണ്ടറെ ടീം എത്തിച്ചിട്ടില്ല. ഇന്ത്യൻ ഓൾറൗണ്ടർ ഓക്കെ ഉണ്ട്. പിന്നെ രാജസ്ഥാൻ റോയൽസിന് ഏറ്റവും മികച്ചൊരു ബൈ എന്ന് പറയുന്നത് നിതീഷ് റാണയെ ടീം എത്തിച്ചതാണ്. നമ്പർ 3 കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആണ്. അതുപോലെ ആകാശ് മട്ടുവാൽ, അതുപോലെ വനിതന്തു അസലങ്ക. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ജോഫ്ര ആർച്ചറെ ടീമിൽ എത്തിച്ചതും വളരെ മോശമായി പോയി. കാരണം ജോഫ്ര ആർച്ചർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പരിക്കിന്റെ പിടിയിലാണ്, അത്ര എഫക്റ്റീവ് ആയിട്ട് T20. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ അതുപോലെ മുംബൈ ഇന്ത്യൻസിന്റെ ബിഡ് അടിപൊളിയായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ്, ഗുജറാത്ത് ടൈറ്റൻസ് ഇത്തവണ അടിപൊളി ടീമാണ്. ഏതായാലും ഈ ഒരു IPL താരലേലം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.